ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബിന്നി കുര്യാച്ചൻ. ഞാൻ പിറവം ഹോളി കിങ്സ് ജ്ഞാനായ കത്തോലിക്ക പള്ളി ഇടവകാംഗമാണ്. ഞാൻ 2022 ഡിസംബർ 7-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ വന്ന് കണ്ടു പോകാമെന്നോർത്താണ് അന്ന് വന്നപ്പോൾ ലൈൻ നിന്നപ്പോൾ ഉടമ്പടി ആയതുകൊണ്ട് പിന്നെ പേടി ആയതുകൊണ്ടാണ് എടുത്തത്. ഞാൻ ഒരു പ്രാവശ്യം ഈ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞതാണ്. ഇനി രണ്ടാം പ്രാവശ്യമാണ് ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത്. എനിക്ക് വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എന്നാലും എൻ്റെ ആവശ്യം നിവൃത്തിയില്ല, വണ്ടി ഓടിക്കാതെ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ 2 വീലറും 4 വീലറും കൂടെ പഠിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് ഒന്ന് ടെസ്റ്റിന് പോയി തോറ്റുപോയി. എന്നാലും 2 വീലർ ലേണേഴ്സ് ഉള്ളതുകൊണ്ട് ഓടിച്ച് നടന്ന് 2024 മെയ് 22-ാം തീയതി മഴയത്ത് ചെളി തെന്നി ഞാൻ വീണു. എൻ്റെ മെയിൻ റോഡിലാണ് ഞാൻ വീണത്. എൻ്റെ പുറകിലെല്ലാം 2 വീലറായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ അവർ വന്ന് ഏറ്റതിന് ശേഷമാണ് എൻ്റെ പുറകിൽ തെരുതെരുന്ന ബസ്സും ലോറിയും വരാൻ വന്നത്. അല്ലെങ്കിൽ ആ ലോറി, ഞാൻ പറഞ്ഞു മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കഴുത്തിലുള്ളതുകൊണ്ടും ഞാൻ ഉടമ്പടിയിലുള്ളതുകൊണ്ടുമാണ് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ അന്നേരം അവിടെ നിന്ന് തന്നെ പറഞ്ഞു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഷോൾഡർ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. വേദന സഹിക്കാൻ പറ്റുന്നില്ല, മഴയായി. മുട്ടിയാറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് 2 പ്രാവശ്യവും എൻ്റെ ഷോൾഡർ പിടിച്ചിടാൻ നോക്കി, എനിക്ക് പറ്റുന്നില്ല. അവരെന്ത് ചെയ്താൽ അവർ മാറി ഡോക്ടർമാർ ചോദിച്ചു ഇന്ന് എന്താ കഴിച്ചത്. ഞാനാണെങ്കിൽ രാവിലെ മുതൽ ഉപവാസം, വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞു. ഡോക്ടർമാരും നേഴ്സുമാരും ചിരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു ഈ ചേച്ചിയുടെ പിടിച്ചിടാൻ പറ്റത്തില്ല, തിയേറ്ററിൽ കയറ്റണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിടിച്ചിടാൻ പറ്റും ഡോക്ടറെ, ഒന്നും കൂടെ ശ്രമിക്കുക. ഞാൻ ഉടമ്പടിയിലാണ്, എൻ്റെ കയ്യിൽ മാതാവുണ്ട്, ഇടത് കയ്യിൽ മാതാവിനെ പിടിച്ച് ഞാൻ കരയുവാണ്. അമ്മേ എന്നെ തളർത്തരുതേ, ഇവരുടെ മുമ്പിൽ നാണം കെടുത്തരുതെന്ന് പറഞ്ഞ്. എൻ്റെ ആ നിർബന്ധം കാരണം അവർ ഓർത്തോ ഡോക്ടറെ, മെയിൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്നു, ഒന്നും കൂടെ പിടിച്ചിടാൻ നോക്കി, പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞു ചേച്ചി പറ്റിയല്ല, എക്സ്റേ എടുത്തുകൊണ്ട് വന്ന് ഷോൾഡർ കയറുന്നില്ല, ചേച്ചി തിയേറ്ററിൽ കയറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഉടമ്പടിയിലാണ്, എനിക്ക് വിശ്വാസമുണ്ട്, എന്നെ മാതാവോ തിയേറ്ററിൽ കയറ്റിയല്ല, അത് പിടിച്ചിടാൻ പറ്റും ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേച്ചിയുടെ നിർബന്ധമാണെങ്കിൽ എന്നെ പിടിച്ചിരുത്തി. അവരെല്ലാവരും കൂടെ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു മാതാവേ, എന്നെ ഇവരുടെ മുമ്പിൽ സാക്ഷിയാക്കി മാറ്റണം, എനിക്ക് അൾത്താരയിൽ സാക്ഷ്യം പറയണം, എന്നെ നാണം കെടുത്തരുതെന്ന് മാത്രം ഞാൻ കരഞ്ഞു പറഞ്ഞു. വേദന സഹിക്കാൻ പറ്റില്ല, സ്വർഗം വരെ ചെല്ലുന്ന വേദനയായി. എന്താണേലും ആ പ്രാവശ്യം പിടിച്ചിട്ടു. അവർ പറഞ്ഞു ചേച്ചിയുടെ വിശ്വാസം ഭയങ്കരമാകട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞു അത് BP ഒക്കെ കൂടി തളർന്നു, കാരണം ഭക്ഷണവും കഴിച്ചിട്ടില്ല. പക്ഷേ മാതാവിൻ്റെ ഒരു കൃപ കൊണ്ടാണ് അവിടെ എനിക്ക് പിടിച്ചിട്ടു. അത് കഴിഞ്ഞ് അവിടെ അഡ്മിറ്റാക്കി, BP കൂടിയതായതുകൊണ്ട്. പിറ്റേ ദിവസം MRI എടുത്തു. MRI എടുത്തപ്പോൾ അവർ പറഞ്ഞു ടിയറാണ്, ഓപ്പറേഷൻ ചെയ്യണം. ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട, ഒരു ദിവസം കൂടെ കടന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വീട്ടിൽ പോയിട്ട് വേദന കൂടുവാണ്, വന്ന് ചെയ്യാം, എല്ലാവരുടെയും അനുവാദം വേണം, എന്നെ നോക്കാൻ ആൾ വേണം, അതുകൊണ്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഞാൻ കാശുരൂപം കൈ പിടിച്ചിട്ട് പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് പോയത്. ഞാൻ ആ ഡോക്ടറുടെ കസാരയുടെ അടി സത്യം പറഞ്ഞ ശകലം ഉപ്പ് എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ടിട്ടു. എനിക്ക് ഓപ്പറേഷൻ വരാതെ ഡിസ്ചാർജാക്കി വിടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ വിട്ടു. പിന്നെ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു വേദന എങ്ങനെയുണ്ട്. കുഴപ്പമില്ല, അന്ന് വേദന വരുവാണെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ഏതായാലും 24 മെയ് 22-ാം തീയതി ചെയ്തതാണ്. ഇതുവരെ ഞാൻ നടക്കുന്നുണ്ട്. എൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ എൻ്റെ ഷോൾഡറിലും വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഈ തൈലം പുരട്ടും. കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ വേദന, ഓപ്പറേഷൻ ചെയ്തവരുടെ വേദന എനിക്കറിയാം, അതുകൊണ്ട് ചെയ്യരുതെന്ന് മാത്രം പറഞ്ഞ് ഇതുവരെ അത് ചെയ്യേണ്ടി വന്നിട്ടില്ല. ദൈവത്തിന് നന്ദി. പിന്നെ ഞാൻ 2ാമത്തെ പ്രാവശ്യം വീണ്ടും ടെസ്റ്റിന് പോയി. അവിടെ ചെന്നപ്പോൾ വീണ്ടും തോറ്റുപോയി. വീണ്ടും 6 മാസം ഇരുന്നിട്ടാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത്, തോറ്റുപോയി. പൈസ ഉണ്ടാകുന്നതനുസരിച്ചാണ് ഡ്രൈവിംഗ് പഠിത്തം. വീണ്ടും 3ാമത്തെ പ്രാവശ്യം പോയി, തോറ്റുപോയി. എല്ലാവരും കളിയാക്കാൻ തുടങ്ങി ഈ പ്രായത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. ഇത്രയും പ്രാർത്ഥിച്ച് എപ്പോഴും വീട്ടിൽ കൂടെ പോകുമ്പോൾ സാക്ഷ്യവും ധ്യാനമാണല്ലോ കേൾക്കുന്ന, ധ്യാനമന്ത്രം പോലെ. എന്നിട്ടും ജയിച്ചില്ലല്ലോ എന്ന് പറയുന്നവരുമുണ്ട്. ഞാൻ പറഞ്ഞു ദൈവത്തിനൊരു സമയമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന സമയമല്ല. ഞാൻ ജയിച്ചു കഴിയുമ്പം ഞാൻ ഡ്രൈവറായിട്ട് ലൈസൻസായിട്ട് മേടിച്ച് പേർക്കകത്ത് വെക്കാനല്ല, എനിക്ക് നന്നായിട്ട് ഓടിച്ച് നടക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ആ സമയം ആഗ്രഹിക്കുമ്പോൾ കിട്ടുമെന്ന് ഞാൻ അവരോട് പറഞ്ഞാലും മാതാവേ ഇത് കേൾക്കുന്നുണ്ടല്ലോ എന്ന് മാതാവിനോട് ഞാനിരുന്ന് പറയുമായിരുന്നു. അങ്ങനെ 4ാം പ്രാവശ്യം ടെസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്ത് വിട്ടു. ആ 4ാം പ്രാവശ്യം ഞാൻ പോയപ്പം ഞാനിരുന്ന് വചനം എഴുതുന്ന രീതിയുണ്ട്. അങ്ങനെ ഞാൻ 1000 പ്രാവശ്യം ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് എഴുതിയൊക്കെ പോയി, ധൈര്യമായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് 2 വീലർ കിട്ടി, 4 വീലർ കിട്ടിയില്ല.
അപ്പോഴും ഞാൻ ഓർത്തു ഏതായാലും ഒരെണ്ണം കിട്ടി, ഇനി അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ കോൺസെൻട്രേഷൻ ചെയ്താൽ മതിയല്ലോ, പിന്നെ ഇനി ഒന്നും കൂടെ കാർ ഓടിച്ച് പഠിക്കാനായിരിക്കും എന്നുള്ള ധൈര്യത്തിൽ തന്നെ പോന്നു. ഇതിനോടൊപ്പം തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ പുതിയ കാറ്, ഓട്ടോമാറ്റിക് കാറ് മേടിച്ചു. പിള്ളേർ അമ്മച്ചിക്ക് ഗിയർ മാറുമ്പോഴായിരിക്കും പാടെന്നും പറഞ്ഞ് പിള്ളേർ പറഞ്ഞ് പെട്ടെന്ന് തന്നെ മേടിച്ചു. കാറ് വീട്ടിൽ വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു കാറ് മേടിച്ചിട്ടിട്ട് ഡ്രൈവറെ വെക്കണമല്ലോ എവിടെയെങ്കിലും പോകുമ്പം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായം തോന്നണല്ലോ, ചേച്ചി അതേ കയറി ഇരിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു ലൈസൻസ് കിട്ടിയിട്ടേ ഞാൻ കയറിയിരിക്കുന്നുള്ളൂ. അങ്ങനെ 5-ാം പ്രാവശ്യം ഞാനപ്പോൾ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പം ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് ആൾത്താരെ കയറി സാക്ഷ്യം പറയണം. എനിക്ക് എല്ലാവരും എന്നിലൂടെ എന്നെ കളിയാക്കിയവരും എന്നെ പറഞ്ഞവരും ഡ്രൈവിംഗ് സ്കൂളുകൾ മാറിയെന്ന് പറയുന്നവരോടൊക്കെ മുമ്പിൽ എന്നെ സാക്ഷിയാക്കി വരണം. അങ്ങനെയാണ് എന്നെ വളർത്തേണ്ടതെന്ന് ഞാൻ എന്നും പറയുമായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ചയെ പോയി എച്ചെടുക്കാൻ ചെന്നപ്പോഴും കിട്ടുന്നില്ല. സാറ് പറഞ്ഞു നിർത്തിക്കോ, പിന്നീട് ചെന്ന് തോറ്റു പോകുകയുള്ളൂ, വെറുതെ പോകണ്ടായി എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് സങ്കടമായി. ഞാൻ ഓർത്തു ഇനി എൻ്റെ കഴിവൊന്നുമില്ല. അന്ന് തന്നെ ഞാൻ വന്നൊരു ബുക്ക് മേടിച്ചിട്ട് ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 41-ാം വചനം എഴുതി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ വചനം ഇന്നലെ രാവിലെ കൊണ്ട് 1000 പ്രാവശ്യം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. 1000 പ്രാവശ്യം എഴുതുമ്പോൾ പറഞ്ഞ് എഴുതുമ്പോൾ നമ്മൾ 2000-ന് തുല്യമായല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വചനം തന്നെ ടൈപ്പ് ചെയ്ത് മൊബൈലിൽ സ്റ്റാറ്റസ് വിട്ടു. അത് കഴിഞ്ഞ് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി പോകാൻ നേരത്ത് പറഞ്ഞ് ഞാൻ ടെസ്റ്റിന് ഇറങ്ങുവാണ്. അമ്മയായിരിക്കണം കൂടെ പോരുന്നത്, അമ്മ ഗ്രൗണ്ടിലുണ്ടായിരിക്കണം, ഈശോയായിരിക്കണം സ്റ്റിയറിംഗ് പിടിക്കുന്നത്. ഞാൻ അവിടെ സാറ് കണ്ടു കഴിഞ്ഞാൽ എന്നാ എന്ന് പറഞ്ഞാൽ 2 കടലാസി കുഞ്ഞി പൊതിയാക്കി ഉപ്പ് പൊതിഞ്ഞെടുത്തു, തൈലം ബാഗിലെടുത്തു. അങ്ങനെ പോയി അവിടെ ചെന്ന് സാറ് ഇറക്കത്തിൽ ഞാൻ ഉപ്പെടുത്ത് സ്റ്റിയറിങ്ങിലൊക്കെ പരട്ടി, തൈലം എടുത്ത് പരട്ടി ധൈര്യത്തിലങ്ങ് ഇരുന്നു. അവിടെ ചെന്ന് ഇന്നലെ എച്ചെടുത്ത് കഴിഞ്ഞപ്പോഴും ഏറ്റവും ഭംഗിയായിട്ട്, ഇത്രയും നാളെടുക്കുന്നതിൽ ഏറ്റവും നന്നായിട്ട് എടുത്തു എന്നാണ് പറഞ്ഞു. അത് കഴിഞ്ഞ് റോഡ് എടുത്തു. എനിക്ക് പേടിയായിരുന്നു. എന്താണ് ഞാൻ ഓർത്തു, ദൈവത്തിൽ ആശ്രയിച്ച് തന്നെ അങ്ങ് പോയി. എന്താണ് ഇന്നലെ ലൈസൻസ് കിട്ടി. എടവപ്പള്ളി പോയി വൈകുന്നേരം നന്ദി പറഞ്ഞ് അച്ഛനോടും പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു ഇവിടെ വരുമ്പം ഈ ലൈസൻസ് വേണം. അപ്പം ഞാൻ മൊബൈലിൽ നോക്കുമ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ അക്ഷയ സെൻറ്ററിൽ പോയി ലൈസൻസും എടുത്ത് ഞാൻ ഇന്ന് കൃപാസനത്തിൽ വന്നാണ് സാക്ഷ്യം പറയാനായിട്ട്. പിന്നെ ഇതുകൂടാതെ മറ്റനേകം കാര്യങ്ങൾ മാതാവിലൂടെ എനിക്ക് ഈശോ വഴിയായിട്ട് നടത്തി തന്നിട്ടുണ്ട്. പക്ഷേ അത് പിള്ളേർ കൂടെ ഇല്ലാത്തതുകൊണ്ട് പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പം കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ സമ്പൂർണ്ണ ബൈബിൾ 2 മേടിച്ച് വെച്ചായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഇത് ആർക്ക് കൊടുക്കും. ഞങ്ങൾ ഒരു കൃപാസനം എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടു, ആർക്കെങ്കിലും ബൈബിൾ മേടിക്കാൻ പൈസ ഇല്ലാതിരിക്കുന്ന ഒരു ബൈബിൾ 2 ഉണ്ട്, വേണോ എന്ന് ചോദിച്ചു. 5 മിനിറ്റിനുള്ളിൽ തന്നെ 2 അക്രൈസ്തവർ ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ച് മെസ്സേജ് വന്നു. അവർക്ക് 2 പേർക്കും കൊടുത്തു. അത് കഴിഞ്ഞ് 3-മതൊരാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കില്ലായിരുന്നു. പിന്നെ ഞാൻ 2 ബൈബിളോട് മേടിച്ച് അങ്ങനെ ആവശ്യപ്പെട്ടവർക്ക് കൊടുത്തു. ഞങ്ങളുടെ അടുത്ത് തന്നെ വൃദ്ധസദനമുണ്ട്. അതുപോലെ മാനസിക രോഗികൾ വെല്ലുവിളികൾ നേടുന്നുണ്ട്, അവരുടെ സ്ഥലമുണ്ട്. പുരുഷന്മാരുടെ വഴിയരത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്. അവിടെയൊക്കെ മാറി പോകും. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ അവർക്ക് അതും എല്ലാം മേടിച്ചു കൊടുക്കും. അതുകൂടാതെ രോഗികളെ കാണാനായിട്ട് പോകും, പറ്റുന്ന പോലെ ചെയ്യും. പിന്നെ നടക്കാനായിട്ട് ഒത്തിരി പാടാട്ടോ എനിക്ക്. അങ്ങനെ വേദനയുണ്ടെങ്കിലും അഖണ്ഡ ജപമാലയ്ക്ക് പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. 2023 അഖണ്ഡ ജപമാലയ്ക്ക് വന്നു. അന്ന് പൂർത്തീകരിച്ച് 5.5 മണിക്കൂർ കൊണ്ട് ജപമാല പൂർത്തീകരിച്ചെല്ലാം പറ്റി. കഴിഞ്ഞ വർഷം പോരാൻ നേരത്ത് നീ പോകുമോ എന്ന് ചോദിച്ചു. കഴിഞ്ഞ വർഷം എന്താണ് പറ്റുന്നിടത്തോളം പോകാമെന്ന് പറഞ്ഞാണ് വന്നത്. കഴിഞ്ഞ വർഷവും ജപമാല ജാലി പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തേക്കാൾ പൂർണ്ണമായിട്ടും, കാരണം 7.5 മണിക്കൂർ എടുത്ത് നടന്ന് എത്താനായിട്ട് അത്രയും നേരം ജപമാല ചെല്ലി തന്നെ വരാനായിട്ട് പറ്റി. അതിനേക്കാൾ ഉപരി ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ബ്ലോക്ക് ആയതുകൊണ്ട് 50 മിനിറ്റ് നടക്കേണ്ടി വന്നു ഇവിടം വരെ ഒന്ന് എത്താനായിട്ട്. ഇവിടുന്ന് റാലി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കിടക്കുന്ന വണ്ടി പാർക്ക് ചെയ്തെടുത്തേക്ക് ചെല്ലാൻ 2 കിലോമീറ്ററോട് വീണ്ടും നടക്കേണ്ടി വന്നു. അത്രയും ദൂരം നടന്ന് റാലിക്ക് വരാനായിട്ട് പറ്റി. പിന്നെ സമ്പൂർണ്ണ ബൈബിൾ പൂർത്തീകരിച്ച് വായിക്കാനായിട്ട്, നേരത്തെ വായിക്കുമ്പോൾ ഉറക്കം തൂങ്ങുന്ന പ്രവണതകൾ കൂടുതലായിരുന്നു. ഇപ്പോൾ എനിക്കത് വായിക്കാനായിട്ട് പറ്റുന്നുണ്ട്, ഉപവാസം എടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ജെറമിയ 31:16 കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും, നിൻ്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ബിന്നി കുര്യച്ചൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ 2 അനുഭവങ്ങളാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യത്തേത് സഹോദരി പറഞ്ഞു, 2 വീലറിൻ്റെ ലേണേഴ്സ് ലൈസൻസ് കിട്ടിയതിന് ശേഷം വാഹനം ഓടിച്ചു നടക്കുമ്പോൾ ഉണ്ടായ ഒരു അപകടത്തിൽ അത്യാവശ്യം കാര്യമായി പരിക്കേറ്റു, തോളലിൽ കാര്യമായ പരിക്കുണ്ടായി. എന്നാൽ പലതവണ വന്ന് ഡോക്ടർമാർ ഓരോരുത്തരും അതൊന്ന് എല്ല് പിടിച്ചിടാൻ നോക്കിയിട്ട് ശരിയായ രീതിയിൽ അത് വീഴുന്നില്ല. പിന്നീടത് അവർ ഇത് നടക്കില്ല, ഓപ്പറേഷനിലേക്ക് പോകണമെന്ന രീതിയിൽ പറയുമ്പോഴൊക്കെയും സഹോദരി അവരോട് പറയുന്നുണ്ട്, അത് ഓപ്പറേഷൻ വേണ്ടി വരില്ല,
ഉടമ്പടി എടുത്തതാണ്, അമ്മ മാതാവിൻ്റെ സംരക്ഷണം എനിക്കുണ്ട് എന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നീട് സഹോദരി പറഞ്ഞതുപോലെ പ്രധാന ഡോക്ടർ വരുന്നു, ആദ്യം പരിശ്രമിക്കുന്നു, അപ്പോഴും അത് ശരിയായില്ല. അപ്പോൾ അടുത്ത ദിവസം നമുക്കിനി ഓപ്പറേഷന് വേണ്ടി നോക്കാം എന്ന് പറയുമ്പോൾ വീണ്ടും സഹോദരി അവരോട് ഒരു നാണക്കേടില്ലാതെ ഭയമില്ലാതെ ദൈവനാമത്തെ ഏതൊരു സാഹചര്യത്തിലും മഹത്വപ്പെടുത്തുവാനുള്ള ധൈര്യം ആർജിച്ചതുകൊണ്ട് സഹോദരി പറയുന്നുണ്ട്, ഒരിക്കൽ കൂടി പരിശ്രമിക്കൂ, ഇത് എൻ്റെ കൂടെ എൻ്റെ അമ്മ മാതാവിൻ്റെ സംരക്ഷണമുണ്ട്, സാധിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും അവർ 4ാമത്തെ തവണ പരിശ്രമിക്കുകയും അങ്ങനെ അത് എല്ല് പിടിച്ചിടുകയും ചെയ്തു. അതാണ് ഷോൾഡർ ബോൺ പിടിച്ചിട്ടതാണ് ആദ്യം സഹോദരി സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു വിടുന്നത്, നമുക്ക് ഓപ്പറേഷൻ അവിടെ വേണം, ലിഗമെൻറ്റിന് ടേറിംഗ് ഉണ്ട്, അതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്താലേ ശരിയാകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സഹോദരി പറയുന്നുണ്ട്, അത് എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ചുകൊണ്ട് ഞാനത് കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച് ആ സൗഖ്യത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കൂടെ ഇപ്പോൾ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ തിരികെ പോകുന്നു. തിരികെ പോയിട്ട് സഹോദരി പറയുന്നുണ്ട്, ഉടമ്പടി തൈലം മാത്രമായിരുന്നു എൻ്റെ മരുന്ന്. ഞാനത് നിരന്തരം തോളലിൽ, അത് ഷോൾഡറിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഉടമ്പടി ഉപ്പ് ഉള്ളിൽ സേവിച്ചുകൊണ്ട് ഇത് സൗഖ്യത്തിനുള്ള ഔഷധമായി എനിക്ക് മാറ്റിത്തരണമേ നമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതൊരു വിശ്വാസ പ്രയോഗമാണ്. എനിക്ക് ആശുപത്രിയിൽ കൂടെ നിൽക്കുവാൻ ആരുമില്ല, എനിക്ക് ജീവിതം ക്ലേശത്തിലൂടെ പോകുന്നു. എങ്കിലും ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ചോദിക്കുമ്പോൾ ആകാശത്തെ ഭൂമിയെയും സൃഷ്ടിച്ചവന്, പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ശക്തനായ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൻ്റെ ചെറിയൊരു വിഷയത്തിൽ ഇടപെടുവാനും വേണ്ട രീതിയിൽ അതിനെ ക്രമപ്പെടുത്തുവാനും സഹായിക്കുവാനും സാധിക്കുമെന്ന ഉറച്ച ബോധ്യവും വിശ്വാസവുമാണ് ഈ നേർച്ചവസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ ഈ സഹോദരി ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരി തന്നെ വാക്കുകളിൽ സൂചിപ്പിച്ചു, പിറ്റേ ആഴ്ച ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ പറയുന്നു, മറ്റൊരു ആശുപത്രിയിലും കൂടെ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ഇനി ഓപ്പറേഷന് പോകേണ്ടതില്ല, ശരിയായിക്കൊള്ളും, ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെന്ന്. അങ്ങനെ ആരോഗ്യം പ്രാപിച്ച കരവുമായിട്ടാണ് സഹോദരി ഇവിടെ നിൽക്കുന്നത്. സാധ്യത സാക്ഷ്യം അതായിരുന്നു. രണ്ടാമത്തത്, നമുക്കൊരുപക്ഷെ ഒരു ഉള്ളിൽ തന്നെ ചിരി തോന്നുന്ന രീതിയിലാണ് സഹോദരി പറഞ്ഞത്, 4 തവണ ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റിന് പോയി പരാജയപ്പെട്ടത്. വയസ്സാങ്കാലത്ത് ഈ പണിക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്ന് കാണുന്നവരൊക്കെ ചോദിച്ച് കളിയാക്കി തുടങ്ങിയ നാളുകളുമായിരുന്നു. അപ്പോഴും സഹോദരി പറഞ്ഞു, ആദ്യത്തെ ടെസ്റ്റിന് പോകുമ്പോൾ 4ാമത്തെ തവണ പോകുമ്പോൾ ഒരു പ്രാർത്ഥന കൃത്യമായി ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു, ദൈവത്തിനൊന്നും അസാധ്യമല്ല, എൻ്റെ കഴിവുകളൊക്കെ തീരുന്നു, എനിക്ക് ഒന്നും തിട്ടം കിട്ടുന്നില്ല, ചെയ്യുന്നതൊക്കെ പരാജയപ്പെടുന്നു, ഞാൻ തന്നെ പരിഭ്രമിച്ചു പോകുന്നു, അതുകൊണ്ട് എൻ്റെ മെറിറ്റ് മുഴുവനും 0 ആയതുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് എൻ്റെ ഈ ഒരു പരിശ്രമത്തെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കാരണം എനിക്കിതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, ജീവിതാവശ്യങ്ങൾക്ക്, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഇത് വേണം താനും. അതുകൊണ്ട് അമ്മ മാതാവിനെ സഹായിക്കണം. ലൈസൻസ് തരുവാനായി എന്ത് തരം പ്രതിസന്ധി ഉണ്ടെങ്കിലും, എനിക്കെന്ത് അറിവില്ലായ്മയുണ്ടെങ്കിലും, എനിക്കെന്ത് കഴിവിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് മകൾ ആ ടെസ്റ്റിന് പോയ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, 1000 തവണ ഞാൻ ആ വചനം ഇങ്ങനെ എഴുതി പ്രാർത്ഥിച്ചുവെന്ന്. എത്ര തവണ എഴുതി പ്രാർത്ഥിച്ചു എന്നതിലല്ല കാര്യം, മറിച്ച് വചനത്തിൽ നിങ്ങൾ ഉറപ്പിക്കുന്ന വിശ്വാസമാണ്. വചനത്തിൽ നിങ്ങൾ ഉറപ്പിക്കുന്ന വിശ്വാസം എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു താഴ്ന്ന അവസ്ഥയിലും അതിൽ നിന്ന് ഉയർത്തുവാൻ, ഏതൊരു പരാജയപ്പെട്ട അവസ്ഥയിലും അതിന് വിജയം നൽകുവാൻ കഴിവുണ്ട്. ഇന്നും അവൻ ജീവനോടെ എനിക്ക് വേണ്ടി സഹായിക്കുമെന്ന് ഉറപ്പിക്കുന്ന ആ ഒരു ബോധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സഹോദരി പറയുന്നുണ്ട്, അത് ഞാൻ പോയി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ആ ടെസ്റ്റിൽ പങ്കെടുത്തു. അന്ന് എനിക്ക് 2 വീലർ കിട്ടി. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും അതിനൊപ്പം ഉണ്ടായിരുന്നു. അച്ഛനെ വന്ന് കണ്ട് തൻ്റെ പരിഭ്രമങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ മാതാവിന് ആ നിയോഗം സമർപ്പിച്ച് ബ്ലെസ് ചെയ്തതും സൂചിപ്പിക്കുന്നുണ്ട്. വീണ്ടും 4 വീലർ കിട്ടുന്നില്ല. വീടിനകത്ത് കാറ് വന്നു, കാറ് ഓടിക്കാൻ ആളില്ല. സഹോദരി നേരത്തെ പറഞ്ഞിരുന്നു, എനിക്ക് ലൈസൻസ് കിട്ടാതെ ഞാനിത് എടുക്കത്തില്ലെന്ന്. അപ്പോൾ വീണ്ടും 5ാമത്തെ പരിശ്രമത്തിന് പോകുമ്പോൾ തൻ്റെ കഴിവ് മുഴുവനും മൈനസായെന്നറിയാം. താൻ സാധാരണഗതിയിൽ പോയി 4 തവണ പരാജയപ്പെട്ടത് ഇടത്തേക്കാണ് 5ാമത് ലൈസൻസിന് വേണ്ടി പോകേണ്ടത്. പലരും പല രീതിയിലും കളിയാക്കുന്നുണ്ട്. അപ്പോഴും സഹോദരി ഉറപ്പിച്ച് പറയുന്നുണ്ട്, എൻ്റെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ എന്നെ അമ്മ തന്നെ ഇതിൽ എനിക്ക് വിജയം നൽകി സഹായിക്കണമെന്ന്. സഹോദരി പിന്നീട്
യോഹന്നാൻ്റെ സുവിശേഷത്തിലെ വചനമാണ് എഴുതി പ്രാർത്ഥിച്ചത്. അത് ദൈവസന്നിധിയിലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പാണ്. എൻ്റെ കർത്താവെ, നീ എന്നെ കണ്ടതുകൊണ്ട്, എനിക്ക് നീ ഇത് അനുവദിച്ച് നൽകിയതുകൊണ്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നുവെന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് 1000 തവണ അത് എഴുതി തീർത്തിട്ടാണ് ഇന്നലെ സഹോദരി ലൈസൻസിന് വേണ്ടി പോകുന്നത്. സഹോദരി പറയുന്നുണ്ട്, ഞാനവിടെ ഉടമ്പടി തൈലം കൊണ്ടുപോയിരുന്നു, ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, എൻ്റെ ഈശോ എൻ്റെ സ്റ്റിയറിംഗ് പിടിക്കണമെന്ന്, അമ്മ മാതാവിൻ്റെ അരികിലുണ്ടാകണമെന്ന്, അങ്ങനെ എനിക്കതിന് യാതൊരു ക്ലേശവുമില്ലാതെ പൂർത്തീകരിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഏതാണ്ട് ഒരാഴ്ച മുമ്പ് അത് പരിശീലനത്തിന് പോകുമ്പോഴും എടുക്കാനാവാതെ ഇതൊന്ന് നിർത്തിപ്പോകാമോ, ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് നാണക്കേടാ എന്ന് ട്രെയിനർ പറഞ്ഞ ഇടത്താണ് ഇന്നലെ ഏറ്റവും മികച്ച രീതിയിൽ ഒരു കുറവുമില്ലാതെ പാസ്സാവുകയും റോഡ് ടെസ്റ്റ് വിജയിക്കുകയും ഇന്ന് ലൈസൻസ് കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഇതെൻ്റെ അമ്മ മാതാവ് നൽകിയ നിധിയും സമ്മാനവുമാണ്. അമ്മയോട് ഞാൻ 1000 നന്ദി പറയുന്നുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, മെറിറ്റ് മുഴുവൻ തീരുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ പറ്റണം. നമ്മൾ യുക്തി കൊണ്ട് പലതും ചിന്തിച്ചു കൂട്ടുമ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് മുഴുവനും ദൈവാശ്രയത്വമുള്ള വിശ്വാസമാണ്. സഹോദരിയുടെ സാക്ഷ്യത്തിൽ ആവർത്തിച്ച് കേട്ടത് മുഴുവനും എൻ്റെ കർത്താവിൽ പൂർണ്ണമായി എന്നെ തന്നെ വിട്ടുകൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ചെയ്തു കൊടുക്കാവുന്ന നന്മകളൊക്കെ ഞാൻ ചെയ്തു. ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടു. എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും എൻ്റെ രോഗത്തിന് സൗഖ്യവും ഞാൻ ഏറെ കഷ്ടപ്പെട്ട് ഒത്തിരി കളിയാക്കലുകൾ നേടിയ ആ ഒരു പരിശീലനത്തിൽ ലൈസൻസും നേടുവാൻ തക്കവിധം എന്നെ അമ്മ മാതാവും എൻ്റെ തിരുക്കുമാരനും സഹായിച്ചുവെന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശാനുഭവങ്ങളിലും പരാജയ നിമിഷങ്ങളിലും നമുക്ക് ബലമാകുവാൻ അമ്മയോട് പ്രാർത്ഥിക്കാം. ഈ സഹോദരിക്ക് ലഭിച്ച ഈ അനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.